Hi students, welcome back. Class 12th CBSE Computer Science-ന്റെ പൈത്തൺ മൊഡ്യൂൾസ് എന്നുള്ള ടോപ്പിക്കിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള വൺ ഷോട്ട് വീഡിയോ ആണ്. കംപ്ലീറ്റ് പോർഷൻസ് കവർ ചെയ്യുന്ന ഒരു വൺ ഷോട്ട് വീഡിയോ ആണിത്. അപ്പോൾ ഈ ടോപ്പിക്കുമായി റിലേറ്റ് ചെയ്തിട്ടുള്ള കംപ്ലീറ്റ് തിങ്സ് നമ്മൾ ഈ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിർബന്ധമായിട്ടും നിങ്ങൾ അവസാനം വരെ കാണുക. ഈ പൈത്തൺ മൊഡ്യൂൾസ് എന്നുള്ള ടോപ്പിക്ക് റിലേറ്റ് ചെയ്തിട്ടുള്ള കംപ്ലീറ്റ് മൊഡ്യൂൾസ്, അതായത് നമ്മൾ ഈ ടോപ്പിക്കിൽ വരുന്ന റാൻഡം മൊഡ്യൂൾസ്, അതുപോലെ സ്റ്റാറ്റിസ്റ്റിക്സ് മൊഡ്യൂൾസ്, മാത്ത് മൊഡ്യൂൾ കംപ്ലീറ്റ് അതിൽ വരുന്ന എല്ലാ ഫംഗ്ഷൻസും ഡീറ്റെയിൽ ആയിട്ട് നമ്മളിതിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഈ ഒരു വീഡിയോ കാണുന്നതോടുകൂടി കംപ്ലീറ്റ് ആയിട്ടുള്ള ഈ ടോപ്പിക്ക് നിങ്ങൾക്ക് കവർ ചെയ്യാൻ പറ്റും. CBSE 12th ബോർഡ് എക്സാമിനൊക്കെ പ്രിപ്പയർ ചെയ്യുന്ന കുട്ടികൾക്ക് ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആണിത്. അപ്പോൾ അവസാനം വരെ സ്കിപ്പ് ചെയ്യാതെ കാണുക. നിങ്ങൾക്ക് ഇതുപോലുള്ള വീഡിയോസ് കിട്ടാൻ വേണ്ടിയിട്ട് ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനായിട്ട് ഷെയർ ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ചെയ്യാൻ പോകുന്നത് സ്റ്റാറ്റിസ്റ്റിക്സ് മൊഡ്യൂൾ ആണ്. പൈത്തണിലെ രണ്ടാമത്തെ മൊഡ്യൂളിലാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഈ ടോപ്പിക്കിലെ രണ്ടാമത്തെ മൊഡ്യൂളാണ് ഡിസ്കസ് ചെയ്യുന്നത്, സ്റ്റാറ്റിസ്റ്റിക്സ് മൊഡ്യൂൾ. ഇതിന് രണ്ടുള്ള 3 ഫംഗ്ഷൻ ഉള്ളത്. ഒന്നാമത്തെ മീൻ ഫംഗ്ഷൻ, രണ്ടാമത്തത് മീഡിയൻ ഫംഗ്ഷൻ, മൂന്നാമത്തത് മോഡ് ഫംഗ്ഷൻ. ഓക്കെ, മീൻ ഫംഗ്ഷൻ, മീഡിയൻ ആൻഡ് മോഡ്. So this module provides a function for calculating statistics of numeric, അതായത് റിയൽ വാല്യൂഡ് ഡാറ്റ. ഓക്കെ, ഡീറ്റെയിലേക്ക് പോകാം. ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാം. സോ ഇത് എങ്ങനെയാണ് ഇമ്പോർട്ട് ചെയ്യുക എന്നുള്ളത് നോർമൽ കേസ് സാധാരണ നമ്മൾ റാൻഡം ഫംഗ്ഷൻ നമ്മൾ പഠിച്ച പോലെ തന്നെയാണ്. ഇറ്റ് ക്യാൻ ബി ഇൻക്ലൂഡഡ് ഇൻ എ പ്രോഗ്രാം ബൈ യൂസിങ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്. സ്റ്റാറ്റിസ്റ്റിക്സ് മൊഡ്യൂൾ ഇമ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഇമ്പോർട്ട് സ്റ്റാറ്റിസ്റ്റിക്സ് ആണ് നമ്മൾ ഉപയോഗിക്കുക. ഇമ്പോർട്ട് സ്റ്റാറ്റിസ്റ്റിക്സ്, ജസ്റ്റ് ഫോർ എക്സാമ്പിൾ ഞാൻ കാണിച്ചു തരാം. ഇമ്പോർട്ട് കണ്ടോ, ഇമ്പോർട്ട് സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് എഴുതാം. ഇനി ഇതിൻ്റെ അണ്ടറിലുള്ള ഒരു ഫംഗ്ഷനാണ് വിളിക്കേണ്ടത് സ്റ്റാറ്റിസ്റ്റിക്സ് ഡോട്ട് മീൻ. ഓക്കെ, സ്റ്റാറ്റിസ്റ്റിക്സ് ഡോട്ട് മീൻ എന്നാണ് വിളിക്കാം. ക്ലിയർ ആണല്ലോ. ഒന്നാമത്തെ ഫംഗ്ഷൻ നോക്കാം. ഒന്നാമത്തെ ഫംഗ്ഷൻ്റെ പേര് മീൻ എന്നാണ്. മീൻ എന്ന് പറഞ്ഞാൽ ഫംഗ്ഷൻ റിട്ടേൺസ് ദ അരിത്തമെറ്റിക് മീൻ, അതായത് ആവറേജ് ഓഫ് ഡേറ്റ ആണ്. എക്സാമ്പിൾ നോക്കുക, സ്റ്റാറ്റിസ്റ്റിക്സ് ഡോട്ട് മീൻ. ഇതാണ് നമ്മൾ മൊഡ്യൂളിൻ്റെ നെയിം. ദിസ് ഈസ് എ ഫംഗ്ഷൻ നെയിം. എക്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ പാസ് ചെയ്യുന്ന വാല്യൂ ആണ്. വേർ എക്സ് ഈസ് എ ന്യൂമറിക്കൽ സീക്വൻസ് ഓഫ് നമ്പർ വേണം, എന്നാലേ നമുക്ക് മീൻ കണ്ടെത്താൻ പറ്റുള്ളൂ. ഇവിടെ ശ്രദ്ധിക്കാം, സ്റ്റാറ്റിസ്റ്റിക്സ് ഡോട്ട് മീൻ. ഇവിടെ നമ്മൾ ലിസ്റ്റ് ആയിട്ടാണ് വാല്യൂ പാസ് ചെയ്തത്. 2, 4, 5, 6. അപ്പോൾ എന്ത് ചെയ്യും, 2, 4, 5, 6 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ 4 വാല്യൂസും ആഡ് ചെയ്യും, ഡിവൈഡ് ബൈ 4. ഓക്കെ, ഈ 4 വാല്യൂ ആഡ് ചെയ്യുന്ന സമയത്ത് 2 + 4 6, 6 + 6 12, 12 + 5, 12 + 5 എന്ന് പറഞ്ഞാൽ നമുക്ക് 17 എന്നാണ് കിട്ടുക. അപ്പോൾ 17 ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് എലമെന്റ്സ്. സോറി, ഓക്കെ. അപ്പോൾ ഈ 4 വാല്യൂ ആഡ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് കിട്ടുന്നത് 17 എന്നായിരിക്കും. 17 ഡിവൈഡഡ് ബൈ 4 ചെയ്യുമ്പോൾ എന്തായിരിക്കും മീൻ കിട്ടുക? 17 ഡിവൈഡഡ് ബൈ 4 എന്ന് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് 4.25 എന്ന് കിട്ടും. ഈ ആൻസർ ആയിരിക്കും കിട്ടുന്നത്. ഓക്കെ, 4.25. ക്ലിയർ ആണല്ലോ. അപ്പോൾ നിങ്ങൾക്ക് കിട്ടുന്നത് ഈക്വൽ ടു 4.25. ക്ലിയർ അല്ലേ? ഇത് സെയിം വാല്യൂസ് ആണ് പാസ് ചെയ്തത്. ഓൺലി വൺ ഡിഫറൻസ്, ഇവിടെ യൂസ് ചെയ്തത് ലിസ്റ്റ് ആണ്. ഓക്കെ, ദിസ് ഈസ് ലിസ്റ്റ് ആണ് പാസ് ചെയ്തത്. ലിസ്റ്റ് ആയിട്ടാണ് വാല്യൂസ് പാസ് ചെയ്തത്. ഓക്കെ, നിങ്ങൾക്ക് മനസ്സിലാൻ വേണ്ടി ഞാൻ ഇവിടെ എഴുതുന്നുണ്ട്. ഇവിടെ നമ്മൾ വാല്യൂ പാസ് ചെയ്തത് ഇൻ ദ ഫോം ഓഫ് ടപ്പിൾ ആണ്. ഓക്കെ, സെയിം വാല്യൂസ് ആണ് പാസ് ചെയ്തത്. അപ്പോൾ ഏത് രീതിയിൽ നമുക്ക് സീക്വൻസ് ഓഫ് വാല്യൂസ് പാസ് ചെയ്യാം. അപ്പോൾ ഉണ്ടോ, 2 + 4 + 5 + 6. അപ്പോൾ ഡിവൈഡ് ബൈ, അപ്പോൾ ആഡ് ചെയ്യുന്ന സമയത്ത് 17 കിട്ടും. 17 ഡിവൈഡ് ബൈ 4, 4.25 എന്ന് കിട്ടും. അതാണ് മീൻ ആണ്. മീൻ എന്ന് പറഞ്ഞാൽ ആവറേജ്, അതായത് ഓൾ ദ വാല്യൂസ് വിൽ ബി ആഡഡ് ഡിവൈഡ് ബൈ നമ്പർ ഓഫ് എലമെന്റ്സ്. ക്ലിയർ ആണല്ലോ. ഇപ്പം അടുത്തൊരു ഫംഗ്ഷനിലേക്ക് പോവാം. ചെറിയ എക്സാമ്പിൾ ഉണ്ട് ഇവിടെ. എക്സാമ്പിൾ പറയുന്നത് ഇമ്പോർട്ട് സ്റ്റാറ്റിസ്റ്റിക്സ് L ഇസ് ഈക്വൽ ടു ഒരു ലിസ്റ്റ് ഡിക്ലറേഷൻ ആണല്ലേ, 2, 4, 6, 1. ഇമ്പോർട്ട് സ്റ്റാറ്റിസ്റ്റിക്സ് ആസ് എസ്. എന്താണ് ഈ എസ് എന്ന് പറയുന്നത്? എന്താണ് നമ്മൾ പഠിച്ചു, ദിസ് ഈസ് കോൾഡ് അലിയാസിങ് അല്ലേ, അലിയാസിങ് ആണ്. അപ്പോൾ അടുത്ത നെക്സ്റ്റ് ടൈമിൽ നമുക്ക് സ്റ്റാറ്റിസ്റ്റിക്സ് ഉപയോഗിക്കുന്നതിന് പകരം എന്താ ചെയ്യാം, എസ് എന്ന് ഉപയോഗിക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാം. ഓക്കെ, ഇവിടെ സ്റ്റാറ്റിസ്റ്റിക്സ് ഉപയോഗിക്കുന്ന പകരം നമ്മൾ എസ് ഡോട്ട് മീൻ L. ഓക്കെ, മീൻ ഓഫ് L എന്ന് പറഞ്ഞാൽ എന്താണ്, ലിസ്റ്റ് ആണ്. അപ്പോൾ ഈ ലിസ്റ്റ് വാല്യൂസിനെയാണ്, ഈ ലിസ്റ്റ് വാല്യൂസിനെ നമ്മളിവിടെ പാസ് ചെയ്തു അല്ലേ. ലിസ്റ്റ് വാല്യൂസിന് ഇവിടെ പാസ് ചെയ്യുന്ന സമയത്ത് 2 + 4 + 6 + 1 ഡിവൈഡ് ബൈ 4. അപ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസർ 3.25 എന്നായിരിക്കും. ക്ലിയർ ആണല്ലോ. ഇനി ഒരു അനദർ ലിസ്റ്റ് നമ്മൾ ഡിക്ലെയർ ചെയ്തു. L1 = 2, 4,
6, എസ് ഡോട്ട് മീൻ, എൽ. ഇവിടെ എസ് ഉപയോഗിക്കാനുള്ള കാരണം എന്താണ്? നമ്മളിവിടെ അലിയാസിങ് ഉപയോഗിച്ചിട്ടുണ്ട് അല്ലേ? അതായത് സ്റ്റാറ്റിസ്റ്റിക്സ് ആൻസേഴ്സ്. അപ്പോൾ സ്റ്റാറ്റിസ്റ്റിക്സ് എവിടെ ഉപയോഗിക്കണോ അവിടെ നമുക്ക് എസ് എന്ന് ഉപയോഗിച്ചാൽ മതി. എസ് ഡോട്ട് മീൻ ഓഫ് എൽ, വി വാല്യൂസ് എൽ. എൽ എന്ന് പറയുന്ന സമയത്ത് 3.25 എന്ന് തന്നെ പ്രിന്റ് ചെയ്യുക, കാരണം എൽ എന്ന് പറഞ്ഞാൽ ഈ വാല്യൂസ് ആണ്. ഇവിടെ ഉണ്ടോ എസ് ഡോട്ട് മീൻ ഓഫ് L1. L1 എന്ന് പറയുമ്പോൾ റീസെൻ്റ്ലി നമ്മൾ ഡിക്ലെയർ ചെയ്ത ലിസ്റ്റാണ്. L1 ഈസ് ഈക്വൽ ടു 2, 4, 6, 4. അപ്പോൾ ഈ 4 വാല്യൂസ് ആഡ് ചെയ്യും. ഈ 4 വാല്യൂ ആഡ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് എന്ത് കിട്ടും? 2, 2 പ്ലസ് 4 പ്ലസ് 6 പ്ലസ് 4 എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് 16 എന്ന് കിട്ടും. 16 ഡിവൈഡ് ബൈ 4 എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് 4 എന്ന് കിട്ടും. ഓക്കെ, ഈ വാല്യൂസിന് ആഡ് ചെയ്യുമ്പോൾ നമുക്ക് 16 എന്നാണ് കിട്ടുക. 16 നമ്പർ ഓഫ് എലമെൻറ്റ്സ് 4 ആണ്. ഇറ്റ് ഈസ് ഈക്വൽ ടു 4. ക്ലിയർ ആണല്ലോ? നിങ്ങൾക്ക് അവിടെ കാണാം ആൻസർ ഈസ് 4. ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ വീഡിയോക്ക് താഴെ കമൻ്റ് ആയിട്ട് എഴുതാം കേട്ടോ. സെക്കൻഡ് ഫംഗ്ഷൻ അണ്ടർ സ്റ്റാറ്റിസ്റ്റിക്സ് ദാറ്റ് ഈസ് കോൾഡ് മീഡിയൻ. ഇതിലൊരു കോർ പോയിന്റ് നമ്മൾ റിമെമ്പർ ചെയ്യേണ്ട ഒരു കോർ പോയിന്റ് ഉണ്ട്. ദിസ് ഫംഗ്ഷൻ റിട്ടേൺസ് ദ മീഡിയൻ. മീഡിയൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മിഡിൽ വാല്യൂ എന്നാണ്. മിഡിൽ വാല്യൂ ഓഫ് ഡാറ്റ ഇഫ് ദ നമ്പർ ഓഫ് എലമെന്റ്സ് ഇൻ എ സീക്വൻസ്. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഈ കോർ പോയിന്റ് ആണ്. ഇപ്പം നമ്പർ ഓഫ് എലമെന്റ്സ് ഓഡ് ആണെങ്കിൽ, അതായത് ഇപ്പോൾ നിങ്ങൾ പാസ് ചെയ്യുന്നത് ഒരു 5 വാല്യൂസ് ആണെങ്കിൽ, അതായത് ഓഡ് നമ്പർ അല്ലെങ്കിൽ 3 വാല്യൂസ് ആണെങ്കിൽ, അങ്ങനെയാണെങ്കിൽ നമുക്ക് മിഡിൽ വാല്യൂ 3 വാല്യൂസ് ആണെങ്കിൽ മിഡിൽ വാല്യൂ എടുക്കാം. ഒരു 5 വാല്യൂ ആണെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് മിഡിൽ വാല്യൂ. ഒരു 6 വാല്യൂസ്, അതായത് പറഞ്ഞു മീഡിയൻ എന്ന് പറഞ്ഞാൽ മിഡിൽ വാല്യൂ ആണ് അല്ലേ? മിഡിൽ വാല്യൂ. ഇപ്പോൾ സീക്വൻസിൻ്റെ മിഡിൽ വാല്യൂ, അതായത് ഓഡ് നമ്പറാണ് നമ്മൾ പാസ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് മിഡിൽ വാല്യൂ കണ്ടെത്താൻ പറ്റും. ഇപ്പോൾ ജസ്റ്റ് ഫോർ എക്സാമ്പിൾ നിങ്ങൾ 5 വാല്യൂസ് ആണ് പാസ് ചെയ്യുന്നത് അല്ലേ? അപ്പോൾ ഞാനിവിടെ ഒരു എക്സാമ്പിൾ പറഞ്ഞുതരാം. അപ്പോൾ 5 വാല്യൂസ് ഓഡ് നമ്പർ നമുക്ക് എഴുതി വെക്കാം. ഓഡ് നമ്പർ, അതായത് നിങ്ങളൊരു 5 വാല്യൂസ് പാസ് ചെയ്യുക. 2, 3, 4, 5. ഓക്കെ, 6, ഓഡ് വാല്യൂ. ഇതൊരു ഓഡ് വാല്യൂ സീക്വൻസ് ആണ് അല്ലേ? എത്ര വാല്യൂസ് ഉണ്ട്? 1, 2, 3, 4, 5. ഇതിൻ്റെ മിഡിൽ വാല്യൂ കണ്ടെത്താൻ വളരെ എളുപ്പമാണ് അല്ലേ? ദിസ് ഈസ് എ മിഡിൽ വാല്യൂ. ഓക്കെ, ദിസ് ഈസ് എ മിഡിൽ വാല്യൂ. ഇനി ഒരു ഈവൻ നമ്പർ ആണെങ്കിലോ നിങ്ങൾ പാസ് ചെയ്യുന്നത് ഈവൻ നമ്പർ. ഇപ്പോൾ ജസ്റ്റ് ഫോർ എക്സാമ്പിൾ 2, 3, 4, 5. ഇത് ഈവൻ നമ്പറാണ്. ഈവൻ നമ്പർ ആണെങ്കിൽ മിഡിൽ വാല്യൂ കണ്ടെത്താൻ നമുക്ക് ബുദ്ധിമുട്ടാണ് അല്ലേ? ഇവിടെയും 2 വാല്യൂ, ഇവിടെയും 2 വാല്യൂ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? അതാണ് ഞാൻ പറയാൻ പോകുന്നത്. ഇഫ് ഇറ്റ് ഈസ് ഓഡ് വാല്യൂ, the median will be the middle value. If it is even, the median will be the mean of the central numbers. Mean of the central numbers. ഇപ്പോൾ mean of the central numbers എന്ന് പറഞ്ഞാൽ ഈ 3 + 4 ആഡ് ചെയ്യുക, എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യാം? അതിൻ്റെ മീൻ കണ്ടെത്തുക. അതായത് 3 + 4 എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് 7 എന്ന് കിട്ടും. 7 ഡിവൈഡ് ബൈ 2 ആയിരിക്കും. 7 ഡിവൈഡ് ബൈ 2 ആയിരിക്കും ഇതിൻ്റെ മീഡിയൻ. ക്ലിയർ ആണല്ലോ? അപ്പം നമുക്ക് നോക്കാം. ഇവിടെ ഇതിൻ്റെ മീഡിയൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇതിൻ്റെ മീഡിയൻ 4 ആണ് അല്ലേ? ഇതിൻ്റെ മീഡിയൻ 4 എന്നാണ് വരിക. ഇതിൻ്റെ മീഡിയൻ എന്താണ് വരിക? ഇതിൻ്റെ മീഡിയൻ 3 + 4. 3 + 4 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 7 എന്നാണ്. 7 ഡിവൈഡ് ബൈ 2. 7 ഡിവൈഡ് ബൈ 2 എന്ന് പറഞ്ഞാൽ എന്താണ്? എന്താ കിട്ടുക? 7 ഡിവൈഡ് ബൈ 2 ദറ്റ് ഈസ് 3.5 എന്നാണ് കിട്ടുക അല്ലേ? ദറ്റ് ഈസ് 3.5. ക്ലിയർ ആണല്ലോ? ഇങ്ങനെയാണ് നമ്മൾ ഇതിൻ്റെ മീഡിയൻ കണ്ടെത്താം. അപ്പോൾ നമുക്ക് കുറച്ച് എക്സാമ്പിൾ നോക്കാം. L1 ഈസ് ഈക്വൽ ടു 1, 3, 5, 6. ഇവിടെ നമുക്ക് ഈവൻ നമ്പേഴ്സ് ആണ് അല്ലേ? ഈവൻ നമ്പർ 3, 5, 6. ഇവിടെ എത്ര നമ്പേഴ്സ് ഉണ്ട്? ദി ഈവൻ നമ്പേഴ്സ് അല്ലേ? അല്ലേ? ഈവൻ നമ്പേഴ്സ് അല്ല, ഈവൻ നമ്പർ ഓഫ് എലമെന്റ്സ്. അതായത് എത്ര എലമെന്റ്സ് ഉണ്ട്? 1, 2, 3, 4 എലമെന്റ്സ് ഉണ്ട്. അങ്ങനെ നമ്മൾ എങ്ങനെ കണ്ടെത്തുക? ഈ സെൻട്രൽ വാല്യൂ രണ്ടെണ്ണം ആഡ് ചെയ്യുക, അതിൻ്റെ മീൻ കാണാം. അപ്പോൾ 3 + 5 എന്ന് വരും. അപ്പോൾ ജസ്റ്റ് ഫോർ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി ഇവിടെ എഴുതാം. അപ്പോൾ എങ്ങനെയാണ് കണ്ടെത്തുന്നത്? 3 + 5. 3 + 5 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 8 ആണ്. ഡിവൈഡ് ബൈ 2. ഡിവൈഡ് ബൈ 2 എന്ന് വരുന്ന സമയത്ത് 4 എന്ന് എഴുതരുത്, 4.0 ആണ് വരിക. കാരണം ഡിവിഷൻ ഓൾവേസ് വിൽ ഗിവ് യു ആൻസർ ഇൻ ഫ്ലോട്ട്. നമുക്ക് അടുത്തൊരു എക്സാമ്പിൾ നോക്കാം. L1 ഈസ് ഈക്വൽ ടു 1, 3, 5, 6, 7, 4. ഞാൻ നേരത്തെ പറഞ്ഞ ഒരു കോർ പോയിന്റ് നമ്മൾ മൈൻഡിൽ കീപ്പ് ചെയ്യേണ്ടതെന്നുണ്ട് പറഞ്ഞു. എന്താ വെച്ചാൽ ഇപ്പോൾ നമ്മളെ തന്നിരിക്കുന്ന ലിസ്റ്റ്, ഇവിടെ നമുക്ക് ലിസ്റ്റിന് കുഴപ്പമില്ല. ലിസ്റ്റ് ഈസ് ഓൺ ഇൻ ദ ഫോം ഓഫ് സോർട്ടഡ് ആണ്. അപ്പോൾ നമുക്ക് ഈസി ആയിട്ട് മിഡിൽ വാല്യൂ കാണാം. 2 വാല്യൂ ആഡ് ചെയ്യുക, ഡിവൈഡ് ബൈ 2 ചെയ്യാം. ഇപ്പോൾ ഈ കേസിൽ നോക്കാം. ഈ തന്നിരിക്കുന്ന ലിസ്റ്റ് ഈസ് നോട്ട് സോർട്ടഡ്. അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യും?
ലിസ്റ്റിനെ നമ്മൾ മീഡിയം കാണുന്ന സമയത്ത് ഇറ്റ് വിൽ ബി ഓട്ടോമാറ്റിക്കലി സോർട്ട് ചെയ്യും. ഓട്ടോമാറ്റിക്കലി സോർട്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് കിട്ടുന്ന ലിസ്റ്റ് ഇങ്ങനെ ആയിരിക്കും. ജസ്റ്റ് ഫോർ എക്സാമ്പിൾ, ഈ തന്നിരിക്കുന്ന ലിസ്റ്റ് സോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ 1, ഇത് അസെൻഡിങ് ഓർഡറിൽ സോർട്ട് ചെയ്യും. അപ്പോൾ അത് 1, 3, ആൻഡ് 4, then 5, 6, 7. ക്ലിയർ ആണല്ലോ അല്ലേ? 1 വന്നു, ദെൻ 3, 4, 5, 6, 7. അപ്പോൾ ഇനി ആണ് നമ്മൾ എന്ത് ചെയ്യാം, മീഡിയം കാണാം. അപ്പോൾ ഈ രണ്ട് വാല്യൂ ആഡ് ചെയ്യുക. 4+5 എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് 9 എന്ന് കിട്ടും. 9/2 9/2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടുന്ന ആൻസർ 4.5 എന്നായിരിക്കും. ഓക്കെ, 4.5. ക്ലിയർ ആണല്ലോ? അതായത് തന്നിരിക്കുന്ന ലിസ്റ്റ് അല്ലെങ്കിൽ തന്നിരിക്കുന്ന സീക്വൻസ് ഓഫ് നമ്പേഴ്സ് എന്ന് പറയുന്നത് സോർട്ടഡ് ഓർഡർ അല്ലെങ്കിൽ മീഡിയം കാണുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കലി അത് സോർട്ട് ചെയ്യും. ഇപ്പോൾ ഈ കേസ് നോക്കാം, 1, 3, 5, 6, 7 ഇത് ഓൾറെഡി സോർട്ടഡ് ആണ് അല്ലേ? പിന്നെ ഇത് നമ്പർ ഓഫ് ഓഡ് നമ്പർ ആണ്. ഓഡ് നമ്പർ ആകുമ്പോൾ സ്ട്രൈറ്റ് അവേ മിഡിൽ വാല്യൂ, സോ 5. ഇപ്പോൾ ഇതിൽ നോക്കാം, ഇത് സോർട്ടഡ് ആണോ? 1, 5, 2, 6, 8 ഇത് ഈവൻ ഓഡ് നമ്പർ ആണ്. അപ്പം മിഡിൽ വാല്യൂ ആണ് ആൻസർ. പക്ഷേ ദ സീക്വൻസ് ഈസ് നോട്ട് ഇൻ എ സോർട്ടഡ് ഓർഡർ. അപ്പം അതിനെ നമ്മൾ ആദ്യം സോർട്ട് ചെയ്യണം. ഇപ്പം മീഡിയം കാണുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കലി ഫസ്റ്റ് ഇത് സോർട്ട് ആവും. അപ്പം നമുക്ക് 1, 2, 5, 6, 8 എന്നായിരിക്കും വരിക. ഓക്കെ, ഇനി മിഡിൽ വാല്യൂ കാണും. ഇനി മിഡിൽ വാല്യൂ കാണുമ്പോൾ എന്താണ്? മിഡിൽ വാല്യൂ ഇസ് 5. അപ്പോൾ 5 വിൽ ബി ദ ആൻസർ. ക്ലിയർ ആണല്ലോ? അപ്പോൾ ഇത് നമ്മൾ കോറായിട്ട് മനസ്സിലാക്കേണ്ട കാര്യങ്ങൾ യുനോ അതായത് ഈ ഓഡ് നമ്പർ ഓഫ് വാല്യൂസ് ആണ്. ഫസ്റ്റ് നമ്മൾ മീഡിയം കാണുന്ന സമയത്ത് ഫസ്റ്റ് ചെക്ക് ചെയ്യേണ്ടത് സീക്വൻസ് യു ഹൗ ടു ചെക്ക് ദ സീക്വൻസ് ഈസ് ഇൻ സോർട്ടഡ് ഓർഡർ ഓർ നോട്ട്. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ സീക്വൻസിനെ സോർട്ടഡ് ഓർഡറിൽ സോർട്ട് ചെയ്യാം. ദെൻ ഈവൻ നമ്പർ ഓഫ് എലമെൻറ്റ്സ് ആണെങ്കിൽ മിഡിൽ രണ്ട് വാല്യൂ നിങ്ങൾ ആഡ് ചെയ്യുക, ഡിവൈഡ് ബൈ 2. ഓഡ് നമ്പർ ഓഫ് എലമെൻറ്റ്സ് ആണെങ്കിൽ ദ മിഡിൽ വാല്യൂ മോസ്റ്റ് റിപ്പീറ്റഡ് വാല്യൂ. അതായത് ഇപ്പോൾ ഒന്നിൽ കൂടുതൽ വാല്യൂസ് റിപ്പീറ്റ് ചെയ്യുന്നുണ്ട് വിചാരിക്കാം. നിങ്ങൾ തന്നിരിക്കുന്ന സീക്വൻസിൽ ഒന്നിൽ കൂടുതൽ വാല്യൂസ് റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. ഇഫ് ദർ ആർ മൾട്ടിപ്പിൾ മോഡ്സ് വിത്ത് ദ സെയിം ഫ്രീക്വൻസി ആൻഡ് റിട്ടേൺ ദ ഫസ്റ്റ് ഓൺ എൻകൗണ്ടേഡ്, അതായത് ഫസ്റ്റ് ആയിട്ട് ഒക്കർ ചെയ്ത വാല്യൂ ആയിരിക്കും പ്രിന്റ് ചെയ്യുക. ഇഫ് ദ സീക്വൻസ് ഈസ് എം ടി ദ മോഡ് റൈസ് സ്റ്റാറ്റിസ്റ്റിക്സ് എറർ. അതായത് സീക്വൻസ് എം ടി ആണെങ്കിൽ നമ്മൾ മോഡ് കാണുന്ന സമയത്ത് അത് സ്റ്റാറ്റിസ്റ്റിക്സ് എറർ വിൽ ബി ഒക്കേർഡ്. ജസ്റ്റ് ഒരു എക്സാമ്പിൾ എന്നുണ്ട്, L is equal to 1, 5, 2, 24, 5. അപ്പോൾ ഇതിൽ നോക്കാം, ഇതിൽ മോസ്റ്റ് റിപ്പീറ്റഡ് വാല്യൂ ഏതാണ് നോക്കാം. ഇതിൽ 5 ആണല്ലേ മോസ്റ്റ് റിപ്പീറ്റഡ് വാല്യൂ. 5 വിൽ ബി റിപ്പീറ്റഡ് ഇൻ 2 times. സോ ഇതാണ് മോസ്റ്റ് റിപ്പീറ്റഡ് വാല്യൂ. സോ ദ ഔട്ട്പുട്ട് വിൽ ബി 5. സോ ഇമ്പോർട്ട് സ്റ്റാറ്റിസ്റ്റിക്സ് ഡോട്ട് മോഡ് ഓഫ് എൽ. എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ ലിസ്റ്റാണ് ഇവിടെ പാസ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് കിട്ടുന്നത് 5 എന്നായിരിക്കും. L എന്ന് നമുക്ക് L പ്രിന്റ് ചെയ്ത് കഴിഞ്ഞാൽ സെയിം സീക്വൻസ് വിൽ ബി പ്രിന്റഡ്. ഇനി അനദർ ഒരു L ഡിക്ലെയർ ചെയ്യുന്നു. 1, 5, 1, 2, 24, 5. ഇവിടെയാണ് നമ്മൾ പറഞ്ഞ ഈ കോൺസെപ്റ്റ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? അപ്ലൈ ചെയ്യേണ്ടത്. അതായത് മൾട്ടിപ്പിൾ മോഡ്സ് വിത്ത് ദ സെയിം ഫ്രീക്വൻസി. ഇവിടെ നമുക്ക് നോക്കുകയാണെങ്കിൽ 1 എന്ന് പറയുന്നത് 2 ടൈംസ് റിപ്പീറ്റിംഗ്, 5 എന്ന് പറയുന്നത് 2 ടൈംസ് റിപ്പീറ്റിംഗ്. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഇതിൻ്റെ ഫ്രീക്വൻസി കണ്ടപ്പോൾ ഫസ്റ്റ് എൻകൗണ്ടഡ് വാല്യൂ, ഫസ്റ്റ് ഒക്കർ ചെയ്ത വാല്യൂ ഏതാണ്? 1 ആണ് ഫസ്റ്റ് എൻകൗണ്ടഡ് വാല്യൂ. അപ്പോൾ ദാറ്റ് വിൽ ബി ദ ആൻസർ. യു ഗോട്ട് ദ പോയിന്റ്? ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഈ വീഡിയോക്ക് താഴെ കമൻ്റ് ആയിട്ടുണ്ട് കേട്ടോ. ഒരു എക്സാമ്പിൾ നോക്കാം. സ്റ്റാറ്റിസ്റ്റിക്സ് ഡോട്ട് മോഡ്. ഓക്കെ, മോഡ് എന്ന് പറഞ്ഞാൽ മോസ്റ്റ് റിപ്പീറ്റഡ് വാല്യൂസ് ആണ് നമ്മൾ കാണേണ്ടത്. വേർ എക്സ് ഈസ് എ സീക്വൻസ്. ഇറ്റ്സ് ഓൾസോ വർക്ക് വിത്ത് നോമിനൽ വാല്യൂസ്, നോമിനൽ ഡാറ്റ. ദാറ്റ് L is equal to 11, 22, 33, 11, 11, 22. ഓക്കെ, ഇവിടെ നമ്മൾ എന്താണ് നോക്കേണ്ടത്? ഇവിടെ നോക്കാം, നമുക്ക് 11 എന്നുള്ള വാല്യൂസ് 3 ടൈംസ് റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. അതുപോലെ 22 എന്ന് പറയുന്നത് 2 ടൈംസ് റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതാണല്ലേ ഫസ്റ്റ് ഒക്കേർഡ് വാല്യൂ. ഫസ്റ്റ് ഈ വാല്യൂ ആണ് ഫസ്റ്റ് എൻകോഡ് ആയ വാല്യൂ. ഈ വാല്യൂ ആണ് ഫസ്റ്റ് എൻകൗണ്ടഡ് ആയ വാല്യൂ. അപ്പോൾ ദാറ്റ് വിൽ ബി പ്രിന്റഡ്. ഓക്കെ, സെക്കൻഡ് കേസ് നോക്കാം. 11, L is equal 11, 22, 33, 11, 22. അപ്പോൾ ഇവിടെ 11 റിപ്പീറ്റ് ചെയ്യുന്നുണ്ട് ആൻഡ് 22 റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഏതാണ്? 11 ആണ് ഫസ്റ്റ് എൻകൗണ്ടഡ് വാല്യൂ. സോ ദാറ്റ് വിൽ ബി ദ ഔട്ട്പുട്ട്.
L is equal to 22, 11, 33, 11, 22. അപ്പോൾ ഇതിൽ ഫസ്റ്റ് എൻകൗണ്ടർഡ് ആയ വാല്യൂ 22 ആണ് അല്ലേ? 22 റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്, 11ഉം റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, പക്ഷേ ഫസ്റ്റ് എൻകൗണ്ടർഡ് ആയ വാല്യൂ 22 ആണ്. സോ ദാറ്റ് വിൽ ബി ദ ഔട്ട്പുട്ട്. ഇവിടെ നോക്കാം, L is equal to 22, 11, 33. അപ്പോൾ ഇതിൽ ഒരു വാല്യൂസും റിപ്പീറ്റ് ആവുന്നില്ല അല്ലേ? ഇതിൽ ഒരു വാല്യൂം റിപ്പീറ്റ് ആവുന്നില്ലെങ്കിൽ ദ ഫസ്റ്റ് വാല്യൂ വിൽ ബി ദ ആൻസർ. ഓക്കെ, ക്ലിയർ ആണല്ലോ? ഏതാണ് ഫസ്റ്റ് ഓൺ എൻകൗണ്ടർ ചെയ്യുന്ന വാല്യൂ, അതാണ് ഫസ്റ്റ് റിപ്പീറ്റ് ചെയ്ത വാല്യൂ അതാണ്, ദാറ്റ് വിൽ ബി ദ ആൻസർ. ഓക്കെ, ഇപ്പോൾ ഈ കേസിൽ കണ്ടോ, അതിൽ 22ഉം 11ഉം റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്, പക്ഷേ 22 ആണ് ആദ്യം റിപ്പീറ്റ് ചെയ്തത്. അപ്പോൾ ദാറ്റ് വിൽ ബി ദ ആൻസർ. ഇനി ലാസ്റ്റ് എക്സാമ്പിൾ നോക്കുക. ഈ എക്സാമ്പിളിൽ നോ വാല്യൂ ഈസ് റിപ്പീറ്റിംഗ് അല്ലേ? അപ്പോൾ ദ ഫസ്റ്റ് വാല്യൂ വിൽ ബി ദ ആൻസർ, 22 വിൽ ബി ദ ആൻസർ. ക്ലിയർ ആണല്ലോ? ഇത്രയാണ് സ്റ്റാറ്റിസ്റ്റിക് ഫംഗ്ഷനിലുള്ളത്. ഫസ്റ്റ് വൺ മീൻ ഫംഗ്ഷൻ. മീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആവറേജ് ആണ്. ദെൻ മീഡിയൻ എന്ന് പറഞ്ഞാൽ എന്താണ്? മീഡിയൻ എന്ന് പറഞ്ഞാൽ മിഡിൽ വാല്യൂ ആണ്. ഓക്കെ, ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണ്? ഫസ്റ്റ് യു നീഡ് ടു ചെക്ക് ദ തന്നിരിക്കുന്ന സീക്വൻസ് അല്ലെങ്കിൽ ലിസ്റ്റ് ഓഫ് വാല്യൂസ് സോർട്ടഡ് ഓർഡറിലാണോ എന്ന് ചെക്ക് ചെയ്യാം. എന്നിട്ട് ഓഡ് നമ്പർ ആണെങ്കിൽ സ്ട്രൈറ്റ് അവേ യു ക്യാൻ ഫൈൻഡ് ദ മിഡിൽ വാല്യൂ. ഓക്കെ, സ്ട്രൈറ്റ് അവേ യു ക്യാൻ ഗോ ഫോർ ദ മിഡിൽ വാല്യൂ. ഈവൻ നമ്പർ ആണെങ്കിൽ ദ സെൻട്രൽ നമ്പേഴ്സ്, അതായത് മിഡിലെ രണ്ട് നമ്പേഴ്സ് ആഡ് ചെയ്യുക, അതിൻ്റെ മീൻ കാണാം. ഓക്കെ, സെൻട്രൽ 2 നമ്പേഴ്സ് ആഡ് ചെയ്യുക, ഡിവൈഡ് ബൈ 2 ചെയ്യാം. ക്ലിയർ ആണല്ലോ? മോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോസ്റ്റ് റിപ്പീറ്റഡ് വാല്യൂ ആണ് കണ്ടെത്തേണ്ടത്. ഓക്കെ, ഇപ്പോൾ ഒന്നിൽ കൂടുതൽ വാല്യൂസ് റിപ്പീറ്റ് ചെയ്യുകയാണെങ്കിൽ റിട്ടേൺ ദ ഫസ്റ്റ് ഓൺ എൻകൗണ്ടർഡ്, അതായത് ആദ്യം ഫസ്റ്റ് റിപ്പീറ്റ് ചെയ്യുന്ന വാല്യൂ ഏതാണോ അതാണ്, ദാറ്റ് വിൽ ബി ദ ആൻസർ. ക്ലിയർ ആണല്ലോ? ഇനി നമുക്ക് ലാസ്റ്റ് മൊഡ്യൂളാണ് മാത്ത് മൊഡ്യൂൾ. ഓക്കെ, മാത്ത് മൊഡ്യൂളിനുണ്ടുള്ള ഒരുപാട് ഫങ്ഷൻസ് ഉണ്ട്. പൈ ഫങ്ഷൻസ്, ഇ ഫങ്ഷൻ, SQRT, സീൽ, ഫ്ലോർ, ഫാബ്സ്, പവർ, ഡിഗ്രീസ്, റേഡിയൻ, സൈൻ, cos, tan, and it contains different types of mathematical functions. Most of the functions in this module returns float value. See, float value. Clear ആണല്ലോ? Most of the function will return, function in this module will return float value. Clear ആണല്ലോ? Float എന്ന് പറഞ്ഞാൽ decimal value will be printed. നമുക്കപ്പോൾ എക്സാമ്പിൾസ് നോക്കാം. ഫസ്റ്റ് ഫംഗ്ഷൻ SQRT. SQRT എന്ന് പറഞ്ഞാൽ സ്ക്വയർ റൂട്ട് കാണാനുള്ള ഫംഗ്ഷനാണ്. So it returned the square root of x. Okay, x greater than or equal to 0. അതായത് നിങ്ങൾ പാസ് ചെയ്യുന്ന വാല്യൂ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ആണോ, അതായത് ബിലോ 0 നെഗറ്റീവ് നമ്പേഴ്സിന് സ്ക്വയർ റൂട്ട് കിട്ടുമല്ലോ. അപ്പോൾ മാത്ത് ഡോട്ട് എക്സ് വിൽ ബി ദ പോസിറ്റീവ് ഇൻറ്റീജർ ഓർ ഫ്ലോട്ടിംഗ് പോയിന്റ് നമ്പർ. സോ മാത്ത് ഡോട്ട് SQRT, ബിക്കോസ് മാത്തമാറ്റിക് ഫംഗ്ഷൻ അണ്ടറിലാണ്, അപ്പോൾ ഇമ്പോർട്ട് മാത്ത് വേണം. മാത്ത് ഡോട്ട് ഫസ്റ്റ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് എങ്ങനെയാണ്? ഇമ്പോർട്ട് മാത്ത് അല്ലേ? ഇമ്പോർട്ട് മാത്ത്. പിന്നെ നമുക്ക് മാത്ത് ഡോട്ട് SQRT ഓഫ് 100 എന്ന് പറയുമ്പോൾ സ്ക്വയർ റൂട്ട്, ഫ്ലോട്ടിംഗ് പോയിന്റിലാണ് ആൻസർ വരുന്നത് 10.0. മാത്ത് ഡോട്ട് SQRT ഓഫ് 7 എന്ന് പറയുമ്പോൾ 2.64575 വാല്യൂസ് വിൽ ബി പ്രിന്റഡ്. മാത്ത് ഡോട്ട് SQRT 5.2 അല്ലേ? ഇവിടെ നമ്മളൊരു ഫ്ലോട്ടിംഗ് പോയിന്റ് വാല്യൂ ആണ് പറയുന്നത്, അതായത് നിങ്ങൾക്ക് ഇൻറ്റീജർ വാല്യൂ പാസ് ചെയ്യാം ഓർ എ ഫ്ലോട്ടിംഗ് പോയിന്റ് വാല്യൂ. അപ്പോൾ 2.280 എന്ന് പറഞ്ഞ നമ്പർ കിട്ടും. ക്ലിയർ ആണല്ലോ? ഇനി അടുത്തൊരു മാത്തമെറ്റിക്കൽ ഫങ്ഷൻസ്, ദറ്റ് ഈസ് സീൽ. ഓക്കെ, സീൽ എന്ന് പറഞ്ഞാൽ ഇറ്റ് റിട്ടേൺ ദ സ്മോളസ്റ്റ് ഇൻറ്റീജർ not less than x. Okay, it x may be an integer or floating point number. So math dot seal, the highest value ആണ് ഇവിടെ എപ്പോഴും പ്രിന്റ് ചെയ്യുക, അതായത് നെക്സ്റ്റ് ഹയസ്റ്റ്, അതായത് 5.2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 5.2 നെക്സ്റ്റ് ഹയസ്റ്റ് നമ്പർ ഏതാ? നെക്സ്റ്റ് ഹയസ്റ്റ് നമ്പർ 6, ദാറ്റ് വിൽ ബി സീൽ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ഈസി ആയിട്ട് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഞാൻ പോയിന്റ് പറഞ്ഞത് സീലിംഗ് എന്ന് ഓർക്കാം, അതായത് ഹയസ്റ്റ് വാല്യൂ ആണ് എപ്പോഴും പ്രിന്റ് ചെയ്യുക. നിങ്ങൾ 5.2 പാസ് ചെയ്ത് കഴിഞ്ഞാൽ നെക്സ്റ്റ് ഹയസ്റ്റ് ഇൻറ്റീജർ 6 വിൽ ബി പ്രിന്റഡ്. 5 പാസ് ചെയ്ത് കഴിഞ്ഞാൽ 5 എന്ന് പറഞ്ഞാൽ ഇൻറ്റീജർ ആണ്, 5 തന്നെ പ്രിന്റ് ചെയ്യും. -5.6 എന്ന് പ്രിന്റ് ചെയ്യുന്നത് നെക്സ്റ്റ് ഹയസ്റ്റ് വാല്യൂ എന്താ? -5.6, 5 - 5 ആണ് അല്ലേ? അപ്പം ദാറ്റ് വാല്യൂ വിൽ ബി പ്രിന്റഡ്. ക്ലിയർ ആണല്ലോ? അപ്പം അടുത്തൊരു ഫങ്ഷൻസ് ചെക്ക് ചെയ്യാം. ഫ്ലോർ. So floor function, it returns the largest integer not greater than x. X may be integer or floating point numbers. So floor എന്ന് പറഞ്ഞാൽ നമുക്ക് എപ്പോഴും ലോവസ്റ്റ് ആയിട്ടുള്ള വാല്യൂ -4.5, -5 അല്ലേ? -4.5 കണ്ടി ചെറിയ വാല്യൂ ആണ് -5. ദെൻ -4, that is POW, that is power function, power x, y.
So it returns the value x raised to 5. X raised to y എന്ന് പറഞ്ഞാൽ x raised to the power of y. Okay, just for example, power 3, 2 എന്ന് പറഞ്ഞാൽ 3 is multiplied in 2 times എന്നാണ് മീനിങ് അല്ലേ. 3 into 3. 3 into 3, that is 9.0. 4, comma 2.5, comma 2.5, 32.0 എന്ന് കിട്ടും. മാത്ത് ഡോട്ട് പവർ 6.5 ഡോട്ട് comma 2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 42.25 എന്ന് കിട്ടും. മാത്ത് ഡോട്ട് പവർ 5.5 രണ്ട് വാല്യൂം ഫ്ലോട്ടിംഗ് പോയിന്റ് വാല്യൂസ് ആണ്. കിട്ടുന്ന ഔട്ട്പുട്ട് 233.97 എന്നായിരിക്കും. ഇതാണ് പവർ. ഓക്കെ, എക്സ് റൈസ് ടു വൈ. ഓക്കെ, എക്സ് റൈസ് ടു ദ പവർ ഓഫ് വൈ എന്നാണ്. ക്ലിയർ ആണല്ലോ. നമുക്ക് അടുത്ത ഒരു ഫംഗ്ഷൻ നോക്കാം. നമുക്ക് അടുത്ത ടോപ്പിക് ഡിസ്കസ് ചെയ്യാം. ഇവിടെ നമ്മൾ ഡിസ്കസ് ചെയ്യുമ്പോൾ ഡിഫറൻസ് ബിറ്റ്വീൻ പവർ ഫംഗ്ഷൻ ആൻഡ് മാത്ത് ഡോട്ട് പവർ ഫംഗ്ഷൻ. ഇപ്പം ഈ പവർ എന്ന് പറയുന്നത് ഒരു ബിൽട്ടിൻ ഫംഗ്ഷൻ ആണ് അല്ലേ. നമ്മൾ മാത്ത് എന്നുള്ള മൊഡ്യൂൾ ഇമ്പോർട്ട് ചെയ്യാതെ പവർ ഉപയോഗിച്ച് കഴിഞ്ഞാൽ സിമ്പിളായിട്ട് നമ്മൾ പൈത്തൻ്റെ ഷെൽ മോഡിൽ നമ്മൾ പവർ ഓഫ് 2,5 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആൻസർ കിട്ടും. അല്ലെങ്കിൽ 2 of 2 എന്ന് പറഞ്ഞാൽ പവർ ഓഫ് 2,2 എന്ന് പറഞ്ഞാൽ 4 എന്നുള്ള ആൻസർ കിട്ടും. കാരണം എന്താണ്, അതൊരു ബിൽട്ടിൻ ഫംഗ്ഷൻ ആണ്. അതിന് നിങ്ങൾ മൊഡ്യൂൾ ഇമ്പോർട്ട് ചെയ്തില്ലെങ്കിലും അത് വർക്ക് ചെയ്യും. നോർമൽ സിൻടാക്സ് എങ്ങനെയാണ്, പവർ എക്സ് കോമ വൈ കോമ സെഡ്. ജസ്റ്റ് ഫോർ എക്സാമ്പിൾ, നിങ്ങൾ രണ്ട് വാല്യൂ ആണ് പാസ് ചെയ്യുന്നതെങ്കിൽ 5,2 എന്ന് പറഞ്ഞാൽ 5 ഈസ് മൾട്ടിപ്ലൈഡ് ഇൻ 2 times. അതാണ് അതിൻ്റെ മീനിങ്. 5 into 5, 5 into 5, that is 25 ഉണ്ടോ. 5.3, 2.2. സോ നിങ്ങൾക്ക് ആൻസർ കിട്ടും. ഇനി അതല്ല, നിങ്ങൾ 3 വാല്യൂ ആണ് പാസ് ചെയ്യുന്നത്. ജസ്റ്റ് ഫോർ എക്സാമ്പിൾ 3 വാല്യൂ. സോ 2, 3, 2. ഇതിൻ്റെ മീനിങ് ഇപ്പം നമ്മൾ പറഞ്ഞത് രണ്ട് വാല്യൂസ് പാസ് ചെയ്യുന്ന കേസാണ്. ഇനി 3 വാല്യൂസ് ആണ് പാസ് ചെയ്യുന്നതായിരിക്കും. ഇതാണ് ഉണ്ടോ, എക്സ് കോമ വൈ കോമ ഇസെഡ് അല്ലെങ്കിൽ എക്സ് റൈസ് ടു വൈ. ആൻഡ് ഇഫ് സെഡ് ഈസ് പ്രൊവൈഡഡ്, സെഡ് തന്നിട്ടുണ്ടെങ്കിൽ മോഡ് ഓഫ് സെഡ് എന്നാണ്, എക്സ് റൈസ് ടു വൈ മോഡ് ഓഫ് സെഡ്. ഇപ്പോൾ ഈ 2, 3, 2 എന്ന് പറഞ്ഞാൽ എന്താണ്, ഇതാണ് എക്സ്, ഇത് വൈ ആണ്, ഇത് ഇസെഡ് ആണ്. അപ്പോൾ 2 റൈസ് ടു 3, 2 റൈസ് ടു 3 എന്ന് പറഞ്ഞാൽ എന്താ, 2 ഈസ് മൾട്ടിപ്ലൈഡ് ഇൻ 3 times. അപ്പോൾ 2 into 2 into 2 എന്ന് വരും അല്ലേ. ആൻഡ് ഈ 2 എന്ന് പറയുന്നത് എന്താണ്, ഇത് ഇസെഡ് ആണ്, അത് മോഡുലസ് ഓഫ് 2 എന്നാണ്. സോ മോഡ് ഓഫ് 2, മോഡ് ഓഫ് 2. ക്ലിയർ ആണല്ലോ. ഇപ്പോൾ 2 into 2 into 2 എന്ന് പറഞ്ഞാൽ 2 into 2 is 4, 4 into 2 is 8. ഇപ്പം 8 നീട്ടി 8 മോഡ് 2. 8 മോഡ് 2 എന്ന് പറഞ്ഞാൽ എന്താണ്, റിമൈൻഡർ കറക്റ്റ്ലി ഡിവിസിബിൾ ആണ്. സോ നോ റിമൈൻഡർ. മോഡുലസ് എന്ന് പറഞ്ഞാൽ റിമൈൻഡർ ആഫ്റ്റർ ഡിവിഷൻ ആണ് അല്ലേ. റിമൈൻഡർ, നോ റിമൈൻഡർ. സോ ദ ആൻസർ ഈസ് 0. 0 എന്നായിരിക്കും ആൻസർ. നോക്കാം, സെയിം ആൻസർ ആണോ കിട്ടിയത്. ഇമ്പോർട്ട് മാത്ത്. ഇപ്പോൾ ഈ മാത്ത് പവർ എന്ന് പറഞ്ഞാൽ ഇത് മാത്തമാറ്റിക്കൽ ഫംഗ്ഷൻ അണ്ടറിലുള്ളതാണ്. ഓക്കെ, ഇത് ബിൽട്ടിൻ ഫംഗ്ഷൻ അണ്ടറിലാണ്. ക്ലിയർ ആണല്ലോ. അതാണ് അതിൻ്റെ വ്യത്യാസം. ക്ലിയർ ആണ്, ഇത് ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. അടുത്ത മാത്തമാറ്റിക്കൽ ഫംഗ്ഷൻ ആണ് ഫാബ് ഓഫ് എക്സ്. സോ മാത്സ് ഡോട്ട് ഫാബ്സ് ഓഫ് എസ്. ഫാബ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് മോഡുലസ് ആണ്. അതായത് 6.7 എന്ന് പറഞ്ഞാൽ പോസിറ്റീവ് വാല്യൂ 6.7, -6.7 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോസിറ്റീവ് വാല്യൂ 6.7, -4 എന്ന് പറഞ്ഞാൽ അതിൻ്റെ മോഡുലസ് 4.0. ഓക്കെ, ഇപ്പോഴും തന്നെ മോഡുലസ് വിൽ ബി പ്രിന്റഡ്. ഡിഗ്രീസ്, ഇറ്റ് കൺവേർട്സ് ദ ആംഗിൾ എക്സ് ഫ്രം റേഡിയൻ ടു ഡിഗ്രി. ഒക്കെ റേഡിയൻസിനെ ഡിഗ്രിയിലേക്ക് കൺവേർട്ട് ചെയ്യാനുള്ളതാണ്. എക്സ് മസ്റ്റ് ബി എ ന്യൂമറിക്കൽ വാല്യൂ ഉണ്ടോ. ഡിഗ്രി, മാത്ത് ഡോട്ട് ഡിഗ്രി ഓഫ് 3 corresponding value, math dot degrees of -3. അടുത്തൊരു ഫംഗ്ഷനിലേക്ക് പോവാം, ദാറ്റ് ഈസ് റേഡിയൻ. ഓക്കെ, നേരത്തെ നമ്മൾ ഡിഗ്രി എന്നുള്ള ഫംഗ്ഷൻ പഠിച്ചു അല്ലേ. ഡിഗ്രി എന്നുള്ള ഫംഗ്ഷൻ പഠിച്ചു, അതിൻ്റെ നേരെ ഓപ്പോസിറ്റ്. ഇറ്റ് കൺവേർട്സ് ആംഗിൾ എക്സ് ഫ്രം ഡിഗ്രി ടു റേഡിയൻ. സോ എക്സ് മസ്റ്റ് ബി ദ ന്യൂമറിക്കൽ വാല്യൂ. അടുത്തത് മാത്ത് ഡോട്ട് പൈ. Math dot pi is a constant value that returns the value pi is equal to 3.14159265 etc. ഓക്കെ, നമുക്കിപ്പോൾ ഒരു ഏരിയ കണ്ട ഫംഗ്ഷൻ ആണെങ്കിൽ പൈ എന്നുള്ളത് കോൺസ്റ്റൻ്റ് ആണല്ലേ, പൈ ആർ സ്ക്വയർ. ഏരിയ ഓഫ് എ സർക്കിൾ പൈ ആർ സ്ക്വയർ. സോ നമുക്ക് എന്ത് ചെയ്യാം, പൈ എന്നുള്ളത് നമുക്ക് കോൺസ്റ്റൻ്റ് വാല്യൂ ആണ്. അത് മാത്തമാറ്റിക്കൽ ഫംഗ്ഷൻ മൊഡ്യൂളിൽ നിന്ന് നമുക്ക് ഇമ്പോർട്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, നോട്ട് മാത്തമാറ്റിക്കലി പൈ ഈസ് റെപ്രസെൻറ്റഡ് ബൈ പൈ. ഇങ്ങനെയാണ് മാത്തമാറ്റിക്കലി പൈ എന്നിങ്ങനെയാണ് റെപ്രസെൻറ്റ് ചെയ്യുക. പക്ഷേ ഈ സിമ്പൽ നമുക്ക് പ്രോഗ്രാമിൽ യൂസ് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് നമ്മൾ ഈ വാല്യൂസിനെയാണ് നമ്മൾ ഇമ്പോർട്ട് ചെയ്യും. ഓക്കെ, ക്ലിയർ ആണല്ലോ.
Math.e, math.e, a constant returns Euler's number 2.71, 82, 81, 82, etc. ക്ലിയർ ആണല്ലോ. ഇനി അടുത്ത ഫംഗ്ഷന്റെ പേര് സൈൻ ഓഫ് എക്സ്. അതാണ് ഇറ്റ് റിട്ടേൺസ് ദ സൈൻ ഓഫ് എക്സ് ഇൻ റേഡിയൻസ്. എക്സ് മേ ബി ആൻ ഇൻറ്റീജർ ഓർ ഫ്ലോട്ടിംഗ് പോയിന്റ് നമ്പേഴ്സ് ഇൻ റേഡിയൻ. സോ സൈൻ ഓഫ് 0 ദ വാല്യൂ വിൽ ബി റിട്ടേൺ. സൈൻ ഓഫ് 6 കറസ്പോണ്ടിങ് വാല്യൂ. കോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ കൊസൈൻ വാല്യൂസ് കണ്ടെത്താൻ വേണ്ടിയിട്ടാണ്. കോസ് ഓഫ് 0 1.0, കോസ് ഓഫ് 45 so 0.52, കോസ് ഓഫ് -32 കറസ്പോണ്ടിങ് വാല്യൂ വിൽ ബി പ്രിന്റഡ്. ക്ലിയർ ആണല്ലോ. ഇനി ലാസ്റ്റ് ഫംഗ്ഷൻ ദാറ്റ് ഈസ് ടാൻ ഓഫ് എക്സ്. റിട്ടേൺ ദ ടാൻജന്റ് ഓഫ് എക്സ് ഇൻ റേഡിയൻസ്. എക്സ് മേ ബി ആൻ ഇൻറ്റീജർ ഓർ ഫ്ലോട്ടിംഗ് പോയിന്റ് എ നമ്പർ ഓഫ് എക്സ്. അപ്പം നമ്മൾ ടാൻ ഓഫ് 0 ടാൻ ഓഫ് 2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കറസ്പോണ്ടിങ് ടാൻജന്റ് വാല്യൂ വിൽ ബി പ്രിന്റഡ്. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ ഈ വൺ ഷോട്ട് വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ 3 തരം ഫങ്ഷൻസ് ആണ് പഠിച്ചത്. ഫസ്റ്റ് ഫങ്ഷൻ എന്ന് പറയുന്നത് റാൻഡം മൊഡ്യൂളാണ്. ഓക്കെ, അതിൽ നമ്മൾ പഠിച്ചത് റാൻഡം ഫങ്ഷൻ, റാൻഡ് റേഞ്ച് ഫങ്ഷൻ ആൻഡ് റാൻഡിൻ്റ് ഫങ്ഷൻ. പിന്നെ നമ്മൾ രണ്ടാമത് പഠിച്ചത് സ്റ്റാറ്റിസ്റ്റിക് മൊഡ്യൂൾ, മീൻ, മീഡിയൻ, മോഡ്. ഓക്കെ, ദെൻ നമ്മൾ പഠിച്ചത് മാത്തമാറ്റിക്കൽ ഫങ്ഷൻസ് ആണ്. അതിൽ പൈ, ഈ യൂളർ നമ്പർ ആണ്. പൈ എന്ന് പറഞ്ഞാൽ കോൺസ്റ്റന്റ് വാല്യൂ ആണ്. സ്ക്വയർ റൂട്ട്, സീലിംഗ്, ഫ്ലോർ ഫംഗ്ഷൻ, ഫാബ്സ്, പവർ, ഡിഗ്രി. റാൻഡം മൊഡ്യൂൾസ് അല്ലെങ്കിൽ പൈത്തൺ മൊഡ്യൂൾസ് റിലേറ്റഡ് ചോദിക്കുന്ന മുഴുവൻ ബോർഡ് എക്സാമിനേഷൻ ക്വസ്റ്റ്യൻസും നിങ്ങൾക്ക് സോൾവ് ചെയ്യാൻ കഴിയും. ഓക്കെ, അപ്പോൾ ഈ വൺ ഷോട്ട് വീഡിയോ കംപ്ലീറ്റ് ആയിട്ട് നിങ്ങൾ കാണാം. ഇത് കണ്ടു കഴിഞ്ഞതിന് ശേഷം നമ്മളുടെ PYQ സീരീസിൻ്റെ പ്ലേലിസ്റ്റിൽ നമ്മൾ പൈത്തൺ മൊഡ്യൂൾസിൻ്റെ റാൻഡമൈസ് ഫംഗ്ഷൻ്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്തിട്ടുണ്ട്. ആ വീഡിയോസ് കംപ്ലീറ്റ് ആയിട്ട് കാണാം. നിങ്ങൾ സ്വന്തമായിട്ട് സോൾവ് ചെയ്യാൻ നോക്കാം. അല്ലെങ്കിലും ഓരോ ക്വസ്റ്റ്യനും നമ്മൾ കൃത്യമായിട്ട് സോൾവ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതെങ്ങനെയാണ് സോൾവ് ചെയ്ത് നോക്കുക, മനസ്സിലാക്കുക. അപ്പം അടുത്തൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. ഈ കോൺസെപ്റ്റ് എല്ലാം നിങ്ങൾക്ക് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ വീഡിയോക്ക് താഴെ, ഞാൻ വീണ്ടും പറയുന്നു, വീഡിയോക്ക് താഴെ നിങ്ങൾ കമൻ്റ് ആയിട്ട് ഇടാം. സ്പെസിഫിക് ആയിട്ട് നിങ്ങൾ പറയണം ഏത് ഫംഗ്ഷനിലാണ് നിങ്ങൾക്ക് ഡൗട്ട് എന്നുള്ളത്. അതിൻ്റെ ആ ക്വറീസ് ഞാൻ ക്ലിയർ ചെയ്യുന്നതാണ്. പിന്നെ അടുത്തൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും ബൈ.